അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയുമയക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയുമയക്കും. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണു ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എന്നും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. അവരുടെ കാലടികൾക്ക് വല വിരിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി. അവരെന്റെ കാലടികൾക്കു വല വിരിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി. അവന്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു. അവരെന്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു. എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ മുഴുവനും പാടുന്നില്ല. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സങ്കീർത്തനങ്ങളിലും ഒരു ക്രിസ്റ്റോളജി ഉണ്ട്. അതിൽ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നതെല്ലാം. വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇതിൽ. പ്രവചന ഗീതങ്ങളാണത്. ഇവിടെ നമുക്ക് കാണാം 57 1 2 വചനങ്ങളിൽ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ
എന്നത് ഗ്രേസ്. വാട്ട് ഈസ് ഗ്രേസ്? യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ. ഈ യേശുക്രിസ്തുവിലൂടെയാണ് കൃപ വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 16-17 വചനങ്ങളിൽ നമുക്ക് കാണാം, നിയമം മോശ വഴി വന്നു, കൃപയും സത്യവുമാകട്ടെ യേശു വഴി വന്നു. നിയമത്തിലൂടെയോ നിയമത്തിൻ്റെ പാലനത്തിലൂടെയോ അല്ല ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് കൃപയിലൂടെയാണ്. അപ്പോൾ നിയമം പണ്ടേ അറിയാമായിരുന്നു. നിയമം അറിഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും പാപം എന്താണെന്നും അറിയാമായിരുന്നു. അങ്ങനെയുള്ള പാപത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിൽ ഞെരിയുന്ന വിഷമിക്കുന്ന മനുഷ്യവംശത്തിൻ്റെ ഒരു നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത്. കൃപയിലൂടെ അല്ലാതെ മനുഷ്യവംശത്തിന് വിമോചനം ഇല്ല. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. യേശുവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിൽ ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഇതായിരുന്നു വിനാശം എന്ന് പറയുന്നത്. പാപകരമായ അവസ്ഥാവിശേഷത്തിൻ്റെ നടുവിൽ ഉള്ള മനുഷ്യൻ. പക്ഷെ അവിടെ ഒരു ഗുണം എന്താ? കൊടുങ്കാറ്റാണത്. കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അല്പം പ്രയാസം തോന്നിയേക്കാം. പക്ഷേ കൊടുങ്കാറ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താ? കൊടുങ്കാറ്റിലുള്ളൊരു പോസിറ്റീവ് കാര്യം എന്താ? ആരെങ്കിലും ഒന്ന് പറയാമോ? കൊടുങ്കാറ്റിൽ ഉള്ള ഒരു ഗുണം എന്താ? അത് ഗുണമായിട്ടാണോ കാണണേ? പവർഫുൾ, ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് പവർ. എന്താ അതിൻ്റെ ഒരു ഗുണം? കൊടുങ്കാറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിലോ പ്രോപ്പർട്ടിയിലോ ഉള്ള ഒരു ഗുണം എന്താ? എന്താണ്? ഗുണം എന്താന്നുള്ളതാണ് കൊടുങ്കാറ്റിൻ്റെ ഒരു ഗുണം. കൊടുങ്കാറ്റിൻ്റെ ഒരു ഗുണം പെട്ടെന്ന് പോകും. അത് നൈമിഷികമാണ്. കൊടുങ്കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കര, പക്ഷേ കൊടുങ്കാറ്റ് ഒരു സ്ഥലത്ത് നിലനിൽക്കില്ലല്ലോ. കൊടുങ്കാറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊടുങ്കാറ്റല്ല. അത് ആടിപ്പാടി അങ്ങ് പോകും. അപ്പോൾ വിനാശം ആണ്, നശീകരണമാണ്. എന്നാൽ അത് കൊടുങ്കാറ്റാണെങ്കിൽ അത് ഉടനെ പോകും. ഇതാണ് മനുഷ്യനിലുള്ള പാപത്തിൻ്റെ അവസ്ഥ. പാപത്തിൻ്റെ ഒരു ഗുണം ഇതാണ്. എന്താണ് പാപത്തിൻ്റെ ഗുണം എന്ന് സാധാരണ പറയാറില്ലേ അല്ലേ? പാപം നൈമിഷികമാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപയോ എറ്റേണലാണ്. അത് ഓപ്പോസിറ്റാണ്, ഇൻഫിനിറ്റാണ്. എന്തെല്ലാം പൈശാചികമായ കാര്യങ്ങൾ, പാപകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അതെല്ലാം മണ്ണിൽ നിന്നുള്ളതാണ്. കൃപയാകട്ടെ വിണ്ണിൽ നിന്നുള്ളതാണ്, ദൈവികമാണ്. ഇപ്പോൾ സാവധാനം നമ്മുടെ ടോപ്പിക് ചേഞ്ച് ആവുന്നുണ്ടല്ലേ? വി ഡോണ്ട് ഹാവ് ടു ഗോ ബാക്ക് ടു വിസ്ഡം നൗ. ഓക്കെ, ഐ തിങ്ക് രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ കവാടം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ജ്ഞാനമുണ്ട്, ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത്
തുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയും മിനിയാന്നും എല്ലാം ചെയ്തത്. തുറന്നു. അപ്പോൾ ഈ 57-ാം സങ്കീർത്തനത്തിനെ ഒന്ന് മനോഹരമായി ധ്യാനിക്കുകയാണെങ്കിൽ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം എന്ത് ചെയ്താൽ മതിയായിരുന്നു അന്ന്? ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ വരവിന് മുമ്പ്, രക്ഷ വരുന്നതിന് മുൻപ് അവർ മുറവിളി കൂട്ടി പ്രാർത്ഥിച്ചിരുന്നു, ഈ രക്ഷ വരുന്നതിനും ഈ കൃപ വരുന്നതിനും. ഇനി എന്താണ് കൃപ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേസ്? നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്നൊരു വാക്കാണ് കൃപ. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ടൊന്ന് പറയാമോ? ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് ഗ്രേസ്? കൃപ എന്നാൽ എന്താകുന്നു? നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കും, കർത്താവേ കൃപയുണ്ടാകണേ. കൃപയ്ക്ക് തമിഴെന്താ? കൃപ, അരുൾ. അരുൾ. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് അരുൾ? അരുൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് കിട്ടുന്ന വരമാണ്. ഒരു ഡെഫിനിഷൻ. യു ഹാവ് ടു മേക്ക് എ ഡെഫിനിഷൻ. Overflowing of God's love. Where will it flow? Overflow means where? Partly correct, but you have to connect it, the destination. എന്താണ് കൃപ? ഓക്കെ, സോ ഇങ്ങനെ പഠിക്കാം. കൃപ എന്നത് ദൈവികത. യുവർ റൈറ്റ് ഹാൻഡ് അപ്പ് പ്ലീസ്, യുവർ റൈറ്റ് ഹാൻഡ് അപ്പ്. ദാറ്റ് ഈസ് ഡിവൈൻ ലൈഫ്, ദൈവികത. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കും. ദാറ്റ് ഈസ് മാനുഷികത, ഹ്യൂമൻ നേച്ചർ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് റെപ്രസെൻറ്റ്സ് ദ ഹ്യൂമൻ നേച്ചർ. കുറച്ച് നേരം അങ്ങനെ പിടിക്കി, ഒരു എക്സർസൈസ് ആകട്ടെ. ആൻഡ് നൗ through coming of the Messiah, ഈ divine nature, yes, enter into human nature, transforming the human nature to divine nature. ഇതാണ് ഗ്രേസ്. അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഡെഫിനിഷൻ ഈസ് ദിസ്: grace is the participation of divine life into human life. ഒന്ന് പറഞ്ഞ എല്ലാവരും, grace is participation of divine life into human life, and the action is it transforms. Now this is from the Catholic Catechism, paragraph 1997. 1997 gives us a definition of grace. Please read, sister. Okay, I have it here. 1997. കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗിത്വമാണ്. കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗിത്വം. അത് നമ്മെ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലെ ഉറ്റ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. യെസ്. സോ 1997. Grace is a participation in the life of God. It introduces into the intimacy of Trinitarian life. By baptism, the Christian participate in the grace of Christ. Okay. So, now, even before 1,000 years before Christ, Israelites were crying for grace. Crying for grace.
എന്നോട് കൃപയുണ്ടാകണം. ആകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ. Let us cry, let us sing. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ. This was a cry because they are not able to come out from their sin. The human nature has such a terrible manifestations. And they realized this sinfulness, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. ഈ സിൻഫുൾനെസ് എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. അതൊന്ന് തമിഴ് ബൈബിളിൽ വായിക്കാമോ? 57 എന്താ പറഞ്ഞിരിക്കണേ? സാം 57, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. അഴിവിൻ കൊടുങ്കാറ്റ്. യെസ്, കൊടുങ്കാറ്റ് ഈസ് സെയിം. വെരി ഗുഡ്. അപ്പോൾ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കൃപ കിട്ടിയാലേ പറ്റുള്ളൂ. ഫോർ ദ ടൈം ബീയിങ് കൃപ വരുന്നത് വരെ എന്ത് ചെയ്തു? ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുന്നു. കൃപ വരും എന്ന ഒരു പ്രത്യാശ, ഒരു ഹോപ്പ്. കൃപ വരും. കൃപ വരും. അങ്ങനെയുള്ള ആ പ്രത്യാശയുടെ പൂർത്തീകരണത്തോടെ ഇതാ കൃപ വരുന്നു. അതാണ് യേശുവിൻ്റെ വരവ്. അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് അടുത്തത്. അത്യുന്നതനായ ദൈവത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന്, കണ്ടോ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ഈ കൃപ കിട്ടുന്നത്? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം. ആ ദൈവത്തിൽ നിന്നല്ലാതെ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല. അത്യുന്നതനായ ദൈവത്തിലൂടെ മാത്രമേ എനിക്ക് ഈ കൃപ കിട്ടുകയുള്ളൂ. എങ്ങനെയാണ് ആ കൃപ വരുന്നത്? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന്, എല്ലാവരും കരം ഉയർത്തി, വലതുകരം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. Once again, എന്താണ് കൃപ? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. കൃപ എന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവനുമായിട്ടുള്ള സംസർഗമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദിസ് ഈസ് എ ബുക്ക് കംപ്രൈസിങ് 35 teachings of John Paul II, which was given during the year of the Jubilee year. I hope all of you can read Malayalam. How many of you can read Malayalam? Reading? Okay. So I will give you a copy of this as a gift to you. Okay? Yes. All of you I can give. I think we have copies. This earlier I used to have a publication called Kingdom Publication, which was dedicated to publish papal teachings. Later on, Carmelites have began the publication, so I stopped it. Because so
in this beautiful teaching, you must go through some of these teachings on Holy Spirit. In this, I got it just now. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കൃപ എന്നത് ഒരു സാധനമല്ല. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ്, ഇറ്റ് ഈസ് എ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മനുഷ്യനെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുന്നു. The presence of the Holy Spirit transforms us inwardly. പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുവാൻ നമ്മെ ശക്തരാക്കി, നമ്മുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും നന്മയിലേക്ക് ഉയർത്തി നമ്മെ വിശുദ്ധീകരിക്കുകയും ദൈവീകരിക്കുകയും ചെയ്യുന്നു. ദൈവീകരിക്കുകയും ചെയ്യുന്നു. ദൈവീകരിക്കുകയും ചെയ്ത വിശ്വാസം, ശരണം, ദൈവപുണ്യങ്ങളുടെ സാധ്യത, ദൈവിക സ്വഭാവത്തിൽ പങ്കുപറ്റാൻ തക്കവിധം മനുഷ്യൻ്റെ സാധ്യതകളെയും കഴിവുകളെയും. Anyway, that particular word I am searching here, it is so it defines like this: ദൈവിക ജീവനിൽ പങ്കാളിയാക്കുന്നു, means participation in the Trinitarian life. So Christian life of every faithful is a participation of divine, that is Trinitarian life, into human life. Then he explains this കൃപ എന്നത് ഒരു, ഇറ്റ് ഈസ് നോട്ട് എ തിങ്, ഇതൊരു സാധനമല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ്, ഇറ്റ് ഈസ് ദ പേഴ്സണൽ യൂണിയൻ, ദാറ്റ് ഈസ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ദ ത്രീ പേഴ്സൺ uniting with this human person, transforming the human person to a new human being. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സം ആൻഡ് സബ്സ്റ്റൻസ്, ദാറ്റ് ദ ഗ്രേസ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഈ കൃപയ്ക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്നേ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ അധരങ്ങളിലൂടെ പാടിയിരുന്നത് ഇതാണ്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. ഇനഫ് സഹായമയച്ചെന്നെ രക്ഷിക്കും. The salvation happens through divine intervention, not through a human action. തൽക്കാലം അവിടെ നിൽക്കട്ടെ ഈ സങ്കീർത്തനം. Again later on we will have certain place to connect this. അപ്പോൾ ഈ കൃപയാണ് നമ്മുടെ കൂദാശകളിലൂടെ, ത്രൂ ബാപ്റ്റിസം, ത്രൂ കൺഫർമേഷൻ, ത്രൂ യൂക്കറിസ്റ്റ്, ത്രൂ യുവർ പ്രീസ്റ്റ്ലി ഓർഡിനേഷൻ, all the 7 sacraments are fountaining of this grace. It is the work of grace. And what is grace? Definition of grace: grace is the participation of divine life in human life. We may have difficulties in our human nature, some of our desires or disordered appetites or sinfulness, inclination,
all these can be transformed through the divine nature. Then only we can be freed or transformed or formed. So that is the time you had formation. But now you need a ongoing formation. During the formation time, I don't know whether you have happened to have a transformation through the grace. But this transformation is a lifelong process. Lifelong. Because the human nature also develops as our biological growth grows up. It is according to your biography. Biography means your biological graph. Your biological growth has a graph. Sometimes it can be very much up and down. Sometimes it may be a very gradual growth. Sometimes it may grow and then go flat. What is your biography? In your biological graph, if you have a turbulent situation because of your lust or because of your any sinful habits, don't worry. It can be settled through the divine participation, grace. So we must prudently work it out. That's why be prudent, like a serpent, and be simple like a dove. You can be a very innocent like a dove, but that is not enough. That is not enough. You have to also be prudent. Okay, I am going to wisdom now. Oh, no. We will sing a song. Where is English? Pada. We will sing that hymn, Holy Spirit, God who dwell within our heart, within my heart. So, Holy Spirit dwelling in our heart brings us the complete grace into Trinitarian union. So, this we should sing standing. All right? So let us stand up and we focus on the grace. We focus on the indwelling of the Holy Spirit. Let us make a short prayer. Oh, Holy Spirit dwelling in my heart. Everybody. Oh, Holy Spirit living in my heart. Fill me with your grace. Fill me with your wisdom. Fill me with your understanding. Fill me with your love. Open revelations to me. Oh, Holy Spirit, God who dwell in my heart.
Hallelujah, hallelujah. Oh, Holy Spirit. Let us praise God. Hallelujah, hallelujah. Hallelujah, hallelujah. Praise you, Jesus. Thank you, Jesus. Clap and praise. Thank you, Lord. Hallelujah, hallelujah. Oh, Holy Spirit. Oh, Holy Spirit. Fill us, Holy Spirit. Come on, clapping. Hallelujah, la balaulaya. Hallelujah, hallelujah. Hallelujah, hallelujah. Holy Spirit. Holy Spirit, take control of our life, take control of our heart, take control of our mind. Allah bikiri Allah arabalama hiri Allah bahura lahi hiri Allah balahiria. Oh Holy Spirit, pray for us. Oh Holy Spirit, dwelling in our heart, pray for us. Kurula mikiri Allah karamakali Allah balaulaya hiri Allah balaulaya Allah bahi Allah bahi Allah bahiri Allah Allah balaulaya shalaba Allah balaulaya. Hail Holy Trinity, dwelling in our hearts. Oh Holy Trinity, dwelling in our heart. Keep a hand on your heart and focusing this Trinitarian indwelling in us. Worship Him, adore Him. Hail Holy Trinity, God in union blessed, reigning ever in your love, within my humble heart. Lord, to live but for a moment here in this troubled land is possible. Because I know I'm in your loving hand. Hail Holy Trinity, God in union blessed, reigning ever in your love, within my humble heart. Dear, rise mercy on me and cleanse me from my sin, that by your grace and righteousness eternity I will see, that by